എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനാണ് വെങ്കടേഷ് പല്ലഞ്ഞാത്തന്നൂരാണ്. നമ്മളിപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൽപ്പാത്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഭഗവാന്റെ ശ്രീകോവിൽ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് കാലം വർഷം പഴക്കമുള്ളൊരു വലിയൊരു മഹാക്ഷേത്രമാണ്. അതിലാണ് നമ്മൾക്ക് ഈ ക്ഷേത്ര നിർമ്മാണം ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം പണികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. പഴയ ക്ഷേത്രമാണ്. ഒരുപാട് കാലവർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഏകദേശം നമ്മൾ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 മാസത്തോളം ആയിട്ടുണ്ട് ഇവിടെ പണി തുടങ്ങിയിട്ട്. ഭഗവാന്റെ ശ്രീകോവിൽ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്മയുണ്ടാവട്ടെ. ഞങ്ങൾക്ക് ഇതിൽ പണി ചെയ്യാൻ ലഭിച്ചതിൽ ഒരുപാട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നമ്മോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടാവട്ടെ. വലിയ മഹാക്ഷേത്രത്തിലാണ് പണി ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് നന്ദി മണ്ഡപമാണ്. നന്ദി മണ്ഡപപ്പുരയാണ്. ഭഗവാന്റെ മുമ്പിലുള്ള നന്ദിയുടെ സ്ഥാനമാണത്. ഇപ്പോൾ ഇത് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഭഗവാനെ ബാലാലയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ മാതൃകയാണ്. നമ്മളിപ്പോൾ ദേവിയുടെ ക്ഷേത്രം അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ വലത് ഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി നമ്മൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. പണി പൂർത്തിയായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം 3/4 ഭാഗം ആയിട്ടുണ്ട്. പണികൾ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. പണികൾ ഇനിയും ഒരുപാട് പണികൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ 29-നാണ് ഭഗവാന്റെ കുംഭാഭിഷേകം. അപ്പോൾ എല്ലാവരും ആ കുംഭാഭിഷേകത്തിലേക്ക് എല്ലാവരും പങ്കെടുക്കണം. ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കണം. ഇത് നമ്മുടെ കൽപ്പാത്തി ചൊക്കനാഥപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഇന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അപ്പോൾ നമ്മളുടെ ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.
നന്ദി, നമസ്കാരം.